ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആണ്. കറണ്ട് സിറ്റുവേഷൻ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് the current situation of your person. Okay, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നാണ് നോക്കുന്നത്. നമുക്ക് 10 of Cups ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ് റെസനേറ്റ് ചെയ്യുന്നത് ആർക്കൊക്കെ ആണെങ്കിലും അവരുടെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മറ്റുള്ള വ്യക്തികൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നും, അല്ലെങ്കിൽ ആരും കൊതിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് തോന്നും. അത്തരത്തിലുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് ശരിക്കും ഇതിനുള്ളിലേക്ക് കയറി നോക്കിയാൽ മാത്രമേ അത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ എന്നുള്ളതിൻ്റെ വാസ്തവം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ട് വളരെ ആഗ്രഹത്തോടെ കടന്നു വന്ന ഒരു റിലേഷൻ ആണിത്. പക്ഷെ കൂടുതൽ അടുത്തപ്പോഴാണ് യഥാർത്ഥ ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അവർക്ക് എപ്പോഴും അവരുടെ സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കുകയോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം എന്താണോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവർക്ക് അറിയേണ്ട. അവർക്ക് അതിനൊക്കെ ബൗണ്ടറീസ് കീപ്പ് ചെയ്ത് അവരവരുടേതായ കാര്യങ്ങളെല്ലാം ചെയ്യും. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ പറയും. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാലാണ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താലാണ് അവർക്കൊരു സന്തോഷം വരിക എന്നൊക്കെ അവരുടേതായ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയും. അപ്പോൾ നിങ്ങളാണെങ്കിലും അവരെ വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളതായിട്ടാണ് ഈ റിലേഷൻഷിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് പലതും ചെയ്ത് നിങ്ങൾ ഇങ്ങനെ തന്നെ നിന്നു ഈ റിലേഷൻഷിപ്പിൽ. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു ശരിക്കും നിങ്ങളെ തന്നെ മറന്നു പോയിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ എന്താണെന്ന് വരെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മറന്നു പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അവസ്ഥ വരെ നിങ്ങളുടെ സിറ്റുവേഷൻ എത്തിയിരിക്കുന്നു. നമ്മളിവിടെ നോക്കുമ്പോൾ കൂടുതലായിട്ടും അവരുടെ എനർജീസ്, അവരുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കിയെങ്കിലും നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് നിങ്ങളുടെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. എൻ്റെ കാര്യം, എൻ്റെ സന്തോഷം, എൻ്റെ പൈസ, എൻ്റെ ഫാമിലി, അങ്ങനെ എൻ്റെ ജോലി, എൻ്റെ കരിയർ, ഇതെല്ലാം എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം. മറ്റുള്ളവർ അതിൽ എന്ത് സഫർ ചെയ്തോ ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ഒരു ഈ ലൈഫിൽ ഇങ്ങനെ കാര്യമായിട്ടൊന്നും എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൽ നിന്നൊരു സന്തോഷമോ ഒരു സാറ്റിസ്ഫാക്ഷനോ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നുമില്ല. പക്ഷെ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു യന്ത്രം കണക്കിന് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാനും വയ്യ, ശരിക്കും ഇറങ്ങിപ്പോകാനും വയ്യാത്ത ഒരവസ്ഥയാണ് നിങ്ങളുടെ. അപ്പോൾ ഫുൾ ടൈം ഒരു അണ്ടർ ഒബ്സർവേഷനിൽ പോകുന്ന ഒരു രീതിയിലാണ്. അതായത് ക്യാമറ വെച്ചിട്ട് ഫുൾ ടൈം നിങ്ങളെ ഒരാൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് ഒന്നും ഒരു കോൺഫിഡൻസോടുകൂടി ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റിപ്പോകുന്ന പോലെ, അല്ലെങ്കിൽ കുറെ ആളുകൾ നോക്കി നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് ഒരു കാര്യം ഇങ്ങനെ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും
നമ്മളെ കുറെ ആളുകൾ നോക്കി നിന്നു അല്ലെങ്കിൽ കുറെ പേരുടെ ഒബ്സർവേഷൻ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിനും ഒരു കോൺഫിഡൻസ് കിട്ടില്ല, അല്ലെങ്കിൽ നമുക്കൊരു കംഫോർട്ട് ഇല്ലാതാകും, അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും ഇപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള അവസ്ഥയിലാണ് കടന്നു പോയിരിക്കുന്നത്. എപ്പോഴും ഒരു ഒബ്സർവേഷനിലാണ്. അവരെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്ന് തന്നെയാണ് കാണുന്നത്, വളരെയധികം സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അവരെ വിട്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുമില്ല. പക്ഷെ ചില സമയങ്ങളിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെട്ടാലോ എന്ന് വരെ നിങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥകളും വരുന്നുണ്ട്. ആ ഒരു ചിന്തകളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ ഒരു കാര്യങ്ങളൊക്കെ മാത്രം സന്തോഷം കണ്ടെത്തുന്ന മറ്റുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്, അല്ലെങ്കിൽ അവർക്കും വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, അവർക്ക് സന്തോഷങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. ഇതൊന്നും ചിന്തിക്കാതെയുള്ള അവരുടെ എടുത്തുചാട്ടവും പറച്ചിലും പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഇതെന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടാലോ എന്ന് വരെ നിങ്ങൾ വിചാരിക്കുന്ന സമയങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് നമുക്ക്. പിന്നെ സ്നേഹത്തിന്റെ കാര്യത്തിലുള്ള ഒരു എനർജീസ് അവരുടെ നോക്കുകയാണെങ്കിൽ അവർക്കും നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും ഒക്കെ തന്നെയാണ് കാണുന്നത്. വളരെയധികം സ്നേഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതൊന്ന് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കാനോ ഒന്നും ഈ വ്യക്തിക്ക് ഒരു കഴിവില്ല, ഒരു എബിലിറ്റി ഇല്ല. അല്ലെങ്കിൽ അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ അങ്ങനെ ആയിരിക്കാം അവർ വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും അവർക്കൊന്നും തിരിച്ചറിയാനോ നിങ്ങളെ കെയർ ചെയ്യാനോ പരിഗണിക്കാനോ ഒന്നും കഴിയാതെ പോകുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പൊ നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചീറ്റിംഗ് എനർജിയോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോ ഒന്നും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടി ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്ന ആ ഒരു പേടി കാരണമാകാം തൊടുന്നതെല്ലാം സംശയമായിട്ടും ദേഷ്യമായിട്ടും ചില സമയങ്ങളിൽ വല്ലാതെ നിങ്ങളെ ഒരുതരം ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വീർപ്പ് മുട്ടിക്കുന്ന സ്നേഹമായിട്ട് പുറത്തു കാണിക്കുന്നതാകാം ഇതൊക്കെ. ആ ഒരു ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ വളരെയധികം കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾക്ക് ഇത്രമാത്രം ഒരു ഇറിറ്റേറ്റ് ഉണ്ടാകുന്നുണ്ടെന്ന് അവർക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നുമില്ല. അവരുടെ ഒരു കെയറിങ് അല്ലെങ്കിൽ അവരുടെ പരിഗണന അല്ലെങ്കിൽ നിങ്ങളെ ഒരു സ്നേഹിക്കലൊക്കെ ആ ഒരു രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. ഓരോരോ കൊച്ചു കാര്യങ്ങൾക്ക് നിങ്ങളോട് ഇങ്ങനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. അയ്യോ അത് അങ്ങനെ അവിടെ പോകുമ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന കേട്ടോ നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ നല്ലത്, നീ ഞാൻ പറഞ്ഞിട്ട് അത് എന്നാ ചെയ്യാതെ. അപ്പൊ നിങ്ങളും ഒരു പേഴ്സൺ ആണ്, നിങ്ങളും ഒരു വ്യക്തിയാണെന്ന് അവർ മനസ്സിലാക്കാനായിട്ട് ഇവർക്കും ചിന്തിക്കാനായിട്ട് ബ്രെയിൻ ഉണ്ട്. ഇവരും ഇത്രയും വർഷം ഈ ഒരു ഭൂമിയിൽ തന്നെയാണ് ജീവിച്ചത്. ഇവർക്കും റിലേഷൻഷിപ്പും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പേരൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ട്, ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ട്. ഇവരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ ജീവിയാണല്ലോ. അപ്പൊ ഈ ഒരു പേഴ്സണെ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ, നമ്മൾക്ക് സാമൂഹ്യപരമായ ഒരു ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും നാൾ ഇവരുമായിട്ട് റിലേഷൻഷിപ്പിന് വരുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ തന്നെയൊക്കെയാണ് ജീവിച്ചത്. അപ്പോഴും നമ്മുടെ ഒപ്പം കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു പേഴ്സണിലേക്ക് മാത്രം മടങ്ങുക എന്ന് പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല. ഈ ഒരു പേഴ്സൺ ആ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാത്തിനും കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് എപ്പോഴും ഒരു അഡ്വൈസ് തന്നുകൊണ്ടിരിക്കാനും ഒക്കെ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കത് വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യുന്നുവെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവരത് ഒരു കെയറിങ് എന്ന രീതിയിലാണ് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം പരിഗണിക്കുക എന്ന രീതിയിലാണ് അവർ തരുന്നത്. പക്ഷെ നിങ്ങൾക്കത് ഒരു ഇറിറ്റേഷൻ ആയിട്ട് മാറുന്നു എന്നുള്ള എനർജീസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ യൂണിവേഴ്സിന്റെ ഒരു അഡ്വൈസ് എന്താ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ട് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ ആ ഒരു വ്യക്തിയോട് തുറന്ന് സംസാരിക്കുക. നിങ്ങൾക്കും ഒരു മനസ്സുണ്ടെന്നും ഫീലിങ്സ് ഉണ്ടെന്നും ഒക്കെ തുറന്ന് അവരെ അറിയിക്കുക. അത് അവരോടുള്ള ആ ഒരു നമ്മളിപ്പം കുറേ ഇങ്ങനെ മനസ്സിൽ വെച്ച് മടുത്ത് ഇവർ ഇറിറ്റേറ്റ് ചെയ്യുന്ന എല്ലാം സഹിച്ചതിന് ശേഷം അവസാന സമയത്ത് ഒരു പൊട്ടിത്തെറിച്ച് ഇങ്ങനെ സംസാരിച്ച് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോയി അവർക്കും മനസ്സിലാവില്ല. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ വളരെയധികം കെയർ ചെയ്യുന്നു, സ്നേഹം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ഒരു മോശമായ രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ നിങ്ങൾ മനസ്സുകൊണ്ട് തളർന്നു കഴിയുമ്പോൾ ആരാണെങ്കിലും ആ ഒരു രീതി പ്രതികരിക്കും. അപ്പൊ അങ്ങനെ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തിക്കും അതൊരു ഭയങ്കരമായ ഷോക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേശ്ശെ ആയിട്ട് നല്ല ഹെൽത്തി ബൗണ്ടറീസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ തന്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ട്, ഇന്ന ഫീലിങ്സുകളാണ് എനിക്കുള്ളത് എന്നൊക്കെ അറിയിക്കുക. അത് അവരോട് നല്ലൊരു റെസ്പെക്ട് കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ ഒരു അവസ്ഥയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഇത്ര ട്രോമയിലൂടെ കടന്നു വന്നുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ വേഗത്തിലുള്ള ഒരു സ്നേഹപ്രകടനങ്ങളൊന്നും നടത്താൻ കഴിയാത്തത്, അല്ലെങ്കിൽ എന്നെ കെയർ ചെയ്യാൻ കഴിയാത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് ഇതൊക്കെ ഇല്ലാതെ പറ്റില്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പെരുമാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിലൊക്കെ തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഗൈഡൻസ് മെസ്സേജ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരാണോ അവര് യാതൊരുവിധ ഒരു സെൽഫ് ലവ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഇവര് ഈ ഒരു പേഴ്സന്റെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ആൻഡ് ഫുൾ ടൈം ഒരു പേഴ്സന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ ഇപ്പൊ രാവിലെ സൂര്യൻ ഉദിച്ച് വൈകുന്നേരം അസ്തമിക്കുന്ന സമയം വരെ നമ്മൾ കിടന്നുറങ്ങുന്ന ആ സമയം, അത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾ എന്നും വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ആലോചിക്കണം, ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്തത്. അതായത് സ്വാഭാവികമായിട്ട് നമ്മൾ രാവിലെ എഴുന്നേക്കുന്നു, കുളിക്കുന്നു, പല്ലേക്കുന്നു, അതൊക്കെ ഡെയിലി റൊട്ടീൻസ് ആണ്. അതല്ല, നമ്മൾക്ക് സന്തോഷം നൽകുന്ന എന്ത് കാര്യം, എനിക്കിപ്പോൾ സന്തോഷം നൽകും, നമ്മളിപ്പം ഒരാളെ ഇഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരാളെ ഇംപ്രസ് ചെയ്യണം, ഒരാളെ സ്നേഹിക്കുകയാണ്, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചോക്ലേറ്റ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ അപ്പൊ അവർക്ക് നമ്മളത് കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ലഭിക്കുന്നുണ്ടല്ലോ, ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ഫ്ലവർ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ, ചില ഫ്ലവേഴ്സിന്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ ആ ഒരു ഫ്ലവേഴ്സ് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് പോയി ആ ഒരു ഫ്ലവർ വാങ്ങി ജസ്റ്റ് സ്മെല്ല് ചെയ്യുകയും നമ്മളോടൊപ്പം കുറച്ച് സമയമൊക്കെ അത് വെച്ചുകൊണ്ട് പോവുകയും കാറിൽ വെക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ നൽകുന്ന ഒരു സന്തോഷമാണത്. അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഇത്രയും വർക്കുകളൊക്കെ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഞാൻ ഈ 3 o'clock ഇത്രയും വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് തന്നെ ഒരു കോംപ്ലിമെന്റ് കൊടുക്കും. ഞാൻ ഇന്ന് എനിക്കൊരു എന്തെങ്കിലും ഒരു സാധനം, ഇപ്പൊ ഫുഡി ആയിട്ടുള്ള ആളാണെങ്കിൽ ഞാൻ ഇന്നൊരു KFC കഴിക്കും എന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് തന്നെ ഒരു ട്രീറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കാം ഞാൻ ഇന്ന് എനിക്കൊരു നല്ല മനോഹരമായ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും. കാരണം ഞാൻ ഇത്രയും വർക്ക് ചെയ്തു, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി, ഞാൻ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അത് ഇവിടെ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും റീഡിങ്ങിൽ നിന്നൊക്കെ വിട്ടുപോയി സെൽഫ് ലവിന്റെ കാര്യം പറഞ്ഞങ്ങ് പോയപ്പോൾ ഓക്കെ. അപ്പൊ റീഡിങ്ങിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു പേഴ്സന്റെ സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കിയതെങ്കിലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്, എല്ലാ രീതിയിലും ഈ ഒരു റിലേഷൻഷിപ്പ് ലോങ് ടൈം ആയിട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാനോ വേണ്ട വിധത്തിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കാനോ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് അവരുടെ ഒരു ബാല്യകാലത്തിൽ ഉണ്ടായ ട്രോമയുടെ ഫലമായിട്ട് അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ വന്നിട്ടുള്ള ഒരു ഡീഫോൾട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവർക്ക് അറിയണമെന്നില്ല. ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തരാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയാതെ പോകുന്നത് എന്നാണ് പറയുന്നത്. ശരിക്കും ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള സ്നേഹം നിങ്ങളോടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സണ് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. ഐ മിസ് യു വെരി ബാഡ്ലി. ഓക്കെ, ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെന്റ് യു ലീവ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലല്ല, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പേഴ്സണ് സ്നേഹമില്ല എന്നൊരു രീതിയിലൊക്കെ വരുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് വലിഞ്ഞു മാറി നിൽക്കുന്നുണ്ടാവുക. അതായിരിക്കും അവർക്ക് നിങ്ങളൊന്ന് മാറിപ്പോയി എന്ന് തോന്നുന്നത്. ആ ഒരു സമയം എന്നുള്ളതല്ല, നിങ്ങൾ മാറിപ്പോയ സമയം മുതൽ ഇവർക്ക് വളരെയധികം മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
I feel empty without you. I am changing and learning some hard lessons right now. Okay. അവർക്കും കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരിക്കാം. അതായിരിക്കും അവരോട് പറയുന്നത്. ഒത്തിരി ലെസൺസ് അവർ പഠിച്ചു എന്നും അവർ ചേഞ്ച് ആകാനായിട്ട് ശ്രമിക്കുന്നു എന്നുമാണ് പറയുന്നത്. നിങ്ങളില്ലാതെ വളരെയധികം ശൂന്യതയും അവർക്ക് തോന്നുന്നുണ്ട്. I am very lucky to have you in my life. I am counting the hours and days until I can meet you again. Love you. Okay. അപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം ഇപ്പോൾ. നിങ്ങൾ ഈ ഒരു പേഴ്സണോട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്ന സമയമായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് നിങ്ങളെ കിട്ടിയത് അവരുടെ ലൈഫിൽ ഒരു വലിയ ഭാഗ്യമായിട്ട് അവർ കരുതുന്നു. ഇനി നിങ്ങളെ കാണുന്ന ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയുള്ള മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. എവറി മൂമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം ചിലവഴിച്ചത് വളരെ പ്രീഷ്യസ് ആണ്, വളരെ വിലപ്പെട്ടതായിട്ട് അവർ കരുതുന്നു. യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. ഓക്കെ, നിങ്ങളാണ് അവരുടെ ഒരു സ്വർഗം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ. ഐ ഹോപ്പ് യു വിൽ ഫർഗീവ് മീ സൂൺ. ഓക്കെ, അവരെന്തെങ്കിലും ഒക്കെ തെറ്റി അവർക്കറിയില്ല അവരെന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, എന്ത് മോശം കാര്യമാണ് പ്രവർത്തിച്ചത്, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്ന് അവർക്കറിയില്ല ഇപ്പോഴും. അതുകൊണ്ടാണ് അവർ പറയുന്നത് എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും, പെട്ടെന്ന് തന്നെ നീ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് പറയുന്നത്. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് us ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. ഓക്കെ, യെസ്, വീണ്ടും നമുക്കത് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ അധികമായിട്ട് അവരെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നമ്മൾ ഒരുമിച്ച് ചേരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെയധികം പ്രതീക്ഷയാണ് ആ വ്യക്തിക്കുള്ളത്. അപ്പോൾ നിങ്ങളായിരിക്കാം ഈ പേഴ്സന്റെ അടുത്ത് നിന്ന് മാറി നിന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ തന്നെ എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 639 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അതുപോലെ ലെറ്റർ വി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 22 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. സെപ്റ്റംബർ മന്ത്, യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. ലെറ്റർ ഡി, ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. 49 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. നമ്പർ 48 കിട്ടുന്നുണ്ട്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. എബ്രോഡ് ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ സി, ഫിസിക്കൽ ഫിറ്റ്നസ്. ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളായിരിക്കാം. നമ്പർ 4 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആർട്ടിസ്റ്റ്, നിങ്ങളുടെ പേഴ്സൺ ഒരു ആർട്ടിസ്റ്റ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റീഡിങ് ഹോബി ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ടുമോറോ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എച്ച് നമുക്കിവിടെ കിട്ടുന്നു. ട്രൂ ലവ്, ഇതൊരു സത്യസന്ധമായ സ്നേഹമാണ് എന്നാണ് വീണ്ടും വീണ്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് മന്ത് കിട്ടുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഈ ഒരു റീഡിങ് കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് മലപ്പുറം ജില്ലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.